Salt and pepper. Bum 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 bum. എത്തിപ്പോയി. ഹായ്, ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലൂടെയാണ് ഭക്ഷണം തേടിയുള്ള യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കള്ളിക്കാട് ഡാം കേട്ടിട്ടുണ്ടല്ലോ, നെയ്യാർ ഡാം. അപ്പോൾ നെയ്യാർ ഡാം എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടെയാണ്. അപ്പോൾ നെയ്യാർ ഡാമിൽ നിന്ന് അടുത്ത സ്പോട്ട് എങ്ങോട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ വീണ്ടും കേരളത്തിൻ്റെ തെക്കോട്ട്, അതായത് നമ്മുടെ തെക്കൻ കേരളത്തിൻ്റെ ഏറ്റവും ഇങ്ങേ അറ്റത്തുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള പിൽഗ്രിമേജ് സെൻ്ററാണ് കാളിമല തീർത്ഥാടന കേന്ദ്രവും കുരിശുമല തീർത്ഥാടന കേന്ദ്രവും. രണ്ടും രണ്ട് സീസണാണ്. അപ്പോൾ ഞാൻ ഈ നെയ്യാർ ഡാമിൽ നിന്നും കാളിമലയിലേക്കുള്ള വഴിയാണ് ഈ നിൽക്കുന്നത്. ഇതുവഴി വന്നപ്പോൾ വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഇനിയിപ്പോൾ എവിടെ ആയിരിക്കും നല്ല ഒരു രുചി കിട്ടുക, ആ ഒരു ഇടം കണ്ടെത്താൻ വേണ്ടി ഇറങ്ങിയപ്പോൾ കൃത്യമായിട്ട് ഞാൻ ആ സ്ഥലത്ത് തന്നെ എത്തി. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കുടപ്പനമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ സ്ഥലത്താണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഈ പേരൊന്ന് കണ്ടു നോക്കൂ, രുചിയിടം. ആഹാ, എന്താ പേര്! ഈ പേര് പോലെ തന്നെ ആയിരിക്കും ഇവിടുത്തെ ഭക്ഷണവും. മൊത്തത്തിൽ ഇവിടുത്തെ ഭക്ഷണം വളരെ ഫേമസ് ആണ്. സിറ്റിയിൽ നിന്നൊക്കെ തന്നെ, തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് പോലും ആൾക്കാർ ഈ സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാടൻ വിഭവങ്ങളാണ്. ഒരു പക്ഷേ ചൈനീസ് വിഭവങ്ങൾ പോലും ഇവിടെ നാടനായിട്ട് ഉണ്ടാക്കുന്നു. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് വലിയൊരു കൗതുകം. അതെന്താണ് അങ്ങനെ ഒരു പ്രത്യേകത? അപ്പോൾ ആ പ്രത്യേകത തേടിയാണ് രുചിയിടത്തിലേക്ക് ഇന്ന് എത്തിയത്, കുടപ്പനമൂടിലെ രുചിയിടം. അപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പർ, ഇന്നത്തെ നമ്മുടെ ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ ഭക്ഷണശാല എവിടെയാണ് അവർ പോട്ടെ. ഹായ്, പ്രദീപ്, സോൾട്ട് ആൻഡ് പെപ്പർ കൗമുദി TV. സ്വാഗതം. രുചിയിടത്തിലേക്ക് സ്വാഗതം. ഞാൻ ജോസ്. അടിപൊളി. ഇതാണ് നമ്മുടെ രുചിയിടത്തിന്റെ ഉടമ ജോസ്. ഇത് എത്ര നാളായി, എത്ര കാലമായി തുടങ്ങിയിട്ട്? ഒരു വർഷമായിട്ടുള്ളൂ. ഒരു വർഷം കൊണ്ടാണ് ഈ രുചിയിടം ഭയങ്കര ഫേമസ് ആയത്. എന്താ അതിന്റെ പിന്നിൽ വർക്ക് ചെയ്ത സീക്രട്ട് മീൻസ് ഞാനിത് ഒരു വർഷം ആയിട്ടുള്ളെങ്കിലും ഞാനൊരു 4 വർഷം മുന്നേ പ്ലാൻ ചെയ്താണ് ഇവിടെ തുടങ്ങിയത്. അപ്പോഴേ പ്ലാൻ ചെയ്യപ്പെടുള്ളത് പാചകത്തിന്, അതായത് പൊറോട്ട സാധനങ്ങൾ ഗ്യാസിലുണ്ടാക്കുക, മറ്റേ മത്സ്യവിഭവങ്ങൾ, മാംസം, ഇതൊക്കെ വിറകിൽ തന്നെ ചെയ്യാന്നുള്ളതാണ്. ഭക്ഷണശാലയ്ക്ക് രുചിയിടം എന്ന് പേരിടുമ്പോൾ അത്രയ്ക്ക് ആത്മവിശ്വാസം കാണും. ആ ഒരു പേരിട്ടത് അങ്ങനെ തന്നെയാണോ? ആ ആത്മവിശ്വാസം തന്നെയാണ് ഭക്ഷണത്തിന് പേരിടാനും ഈ ഒഴിഞ്ഞൊരു സ്ഥലത്ത് ഞാൻ തുടങ്ങാനും. ഓക്കെ, ഇത് ഇവിടെ ഇപ്പോൾ ഒഴിഞ്ഞ സ്ഥലമാണെങ്കിൽ ഒരുപാട് ആൾക്കാർ തേടി വരുന്നുണ്ട്. ഇവിടത്തേക്ക് വേണ്ടിയിട്ടൊരു പാർക്കിംഗ് ഏരിയ തന്നെ രൂപപ്പെട്ടു, അത് ഞാൻ കണ്ടു. പിന്നെ ഇവിടെ ആരൊക്കെ ചേർന്നുണ്ടാ പാചകം പ്രധാനമായിട്ട് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ സഹായിക്കാനായിട്ട് 2 ചേട്ടന്മാരുണ്ട്, പിന്നെ വൈഫുണ്ട്. അടുക്കളയിലെ കൂടെ കുടുംബത്തോടെ പാചകം ചെയ്യാനല്ലേ? മക്കളും ഫാമിലി ഫുഡ് അതിന്റെ അർത്ഥത്തിൽ കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഐഡിയ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ശരി. അപ്പൊ ഇവിടെ ഒരുപാട് നാടൻ വിഭവങ്ങളെ കൊണ്ടെന്ന് കേട്ടു. നമുക്ക് വേണ്ടിയിട്ട് അപ്പൊ ചേട്ടൻ തന്നെയല്ലേ ഉണ്ടാക്കണം? അതെ. അപ്പൊ മുതലാളിയെ തന്നെ ഞാൻ പൊക്കിക്കൊണ്ട് പോകാൻ പോവുകയാണ്. നമുക്ക് എന്താണ് നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്? നാടൻ ചിക്കനിൽ തന്നെ, നാടൻ കോഴിയിൽ നാടൻ ചില്ലി ചിക്കൻ, അതിനകത്ത് സോസോ മറ്റു കാര്യങ്ങളും ചേർക്കാതെ. ചില്ലി ചിക്കൻ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ചൈനീസ് ഡിഷാണ്. പക്ഷെ അത് നാടൻ ചില്ലി ചിക്കൻ എന്നാണ് പറയണത്. നാടൻ കോഴി കൊണ്ടുണ്ടാക്കുന്ന നാടൻ ചില്ലി ചിക്കൻ, നമ്മുടേതായ ഒരു ഫ്ലേവർ. കൗതുകം തോന്നില്ലേ? കൗതുകം ഉണ്ട്. അപ്പൊ നമുക്ക് പോവാം. ഇതെന്താണ് ഈ അടച്ചു വെച്ചിരിക്കുന്നത്? ഉള്ളിവട, പരിപ്പ് വട. ഉള്ളിവടയുടെ ഒക്കെ വലിപ്പം കണ്ടോ? ഇത് എല്ലായിടത്തും ഉള്ള വില തന്നെ? 7 രൂപ നോർമൽ. കൊള്ളാം, എല്ലായിടത്തും ഉള്ള അതേ വില. ഈ 1.5 ഉള്ളിവട എന്നൊക്കെ പറയണത് ഇതാണ്, ഈ ഇരിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിന്റെ ഒരു 3 ഇരട്ടി വലിപ്പമുണ്ട്. എന്തായിരുന്നാലും ഞാൻ ഈ ഉള്ളിവട ഒന്ന് കഴിക്കട്ടെ. ഈ സമയത്ത് കുറച്ച് സമയം വേണമെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ ചെന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അങ്ങനെ ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൽ നമ്മൾ പറഞ്ഞ പോലെ രുചിയിടത്തിന്റെ അടുക്കളയിലേക്ക് വന്നു. വിറക് കൊണ്ടുള്ള ഞാൻ വിചാരിച്ചു ഇത് മറ്റേ ബോഫോഴ്സ് പീരങ്കി ആയിരിക്കും. അല്ലല്ല, ഇതിന്റെ പുക പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് സംഭവം ഏതാണ്ട് അതുപോലെ തന്നെ ഉണ്ട്. 2 വെയിലും അത് നേരെ പോകാനുള്ള ഒരു ഇതൊക്കെ ആയിട്ട് പഴയ പീരങ്കി പോലെ. പക്ഷേ ഗംഭീര കൺസ്ട്രക്ഷൻ. ഇത് ഇൻഗ്രീഡിയൻസ് വെക്കാനൊരു സ്ഥലം. തീർച്ചയായിട്ടും. അപ്പോഴേ നമുക്ക് തുടങ്ങാം. ഇന്ന് എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോണെന്ന് പറഞ്ഞേ? നാടൻ കോഴിയിൽ നിന്ന് നാടൻ ചില്ലി ചിക്കൻ. നാടൻ കോഴിയിൽ നിന്ന് നാടൻ ചില്ലി ചിക്കൻ. അത് ആ ഒരു നാടൻ, രണ്ടാമത്തെ നാടനിലാണ് വീണ് കിടക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത്? കോഴി ഒരു 200 ഗ്രാം, സവാള കൊത്തിയരിഞ്ഞത് 2 എണ്ണം, മല്ലിയില, പെരിഞ്ജീരകപ്പൊടി, ഗരം മസാല, മുളക് പൊടി, വെളുത്തുള്ളി, ഇഞ്ചിയും കുഞ്ഞായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, തക്കാളി, ക്യാരറ്റും ഓണിയനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്,
കറിവേപ്പില, വെളിച്ചെണ്ണ, ബ്ലാക്ക് പെപ്പർ പൗഡർ. ചില്ലി ചിക്കൻ എന്ന് പറയുമ്പോൾ സോസൊക്കെ ഉണ്ടാകും, അതുപോലും ഇവിടെ കാണുന്നില്ല. പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. നമുക്ക് നോക്കാം. അപ്പോൾ തുടങ്ങാം. തീർച്ചയായിട്ടും. ആദ്യമായിട്ട് അടുപ്പ് നല്ല വിറകൊക്കെ വെച്ചിട്ട് പുക വലുതായിട്ട് പേടിക്കണ്ട. കാരണം പുക അതുവഴി കറങ്ങി വേറെ ഒരു അടുപ്പുണ്ട്, 2 പാത്രം അതിൻ്റെ മേളിൽ വെച്ച് കൊടുക്കണമെന്ന് മാത്രം. പുക കൃത്യമായിട്ട് കൂടെ അങ്ങ് പൊക്കോളും. വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇത് എത്ര ഗ്രാം ഉണ്ടെന്ന് പറയുന്നത്? അതൊരു 200 ഗ്രാം. അതിലേക്കായിട്ട് എത്ര വെളിച്ചെണ്ണ ഒഴിച്ചു? ഇതിപ്പോൾ ജസ്റ്റ് ഒരു 250 ഗ്രാം വെളിച്ചെണ്ണ അത്രേ ഒഴിച്ചിട്ടുള്ളൂ. ഈ ചിക്കൻ അതിൽ മുങ്ങി പൊരിക്കാനായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ലേശം ഉപ്പ്, ഇതിൽ കുറേ സാധനങ്ങൾ ചേർക്കണം. കുറച്ച് ഉപ്പ് ചേർത്തു, അല്പം മുളക് പൊടി, ഇച്ചിരി കുരുമുളക് പൊടി, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. മിക്സ് ചെയ്തിട്ട് എന്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് അങ്ങോട്ട് തേച്ച് തേച്ച് പിടിപ്പിക്കുന്നതിൽ തന്നെ ആ മസാല എവിടെയും ചെന്ന് കയറുന്ന രീതിയിലാണ്. ഇങ്ങനെ പതുക്കെ തോന്നുകയാണെങ്കിൽ വിരലിൽ നല്ല ശക്തിയായിട്ട് കൊടുത്തിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി എണ്ണ ചൂടായി വരുമ്പോഴത്തേനും ഇത് ഇട്ടൊന്ന് നന്നായിട്ട് മൂപ്പിക്കേണ്ട. ഒരു അര വേവിച്ചിട്ട് അത് നമുക്ക് കാണാം എത്രയാണ് ആ വേഗം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഈ ചേർത്ത മസാല വേറൊന്നുമല്ല അതിൽ ചേർത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പും മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അതൊന്ന് ആ ചിക്കനിൽ സെറ്റായിട്ട് വരാനായിട്ട് ഒരു 10 മിനിറ്റ്. കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. യെസ്, 10 മിനിറ്റ് ഞാൻ അടിച്ചു വിട്ടിരിക്കുന്നു. അടുത്ത് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇട്ടടിച്ച് പോകാം നമുക്ക്. ഇനി എന്താണ് ആദ്യം? ചിക്കൻ നമുക്ക് എണ്ണയ്ക്കകത്തോട്ടിടാം. ചിക്കൻ എണ്ണയിലോട്ടിടാൻ പോവാണ്. നാടൻ കോഴിയെ മുളകും കുരുമുളകും ഉപ്പും തേച്ച് പിടിപ്പിച്ചത്. ഇതിപ്പോൾ ഒരു ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അടുപ്പാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് സ്ഥല പരിമിതി ഉണ്ട് നമുക്ക്. എങ്കിലും ഈ അടുപ്പ് നമുക്ക് അങ്ങോട്ടും എടുത്തുകൊണ്ട് മാറ്റാനൊന്നും പറ്റത്തില്ല. പിന്നെ ഭയങ്കര എക്കോ ഫ്രണ്ട്ലിയാണ്. ചുറ്റും മരങ്ങളും ഒരു മരത്തിൻ്റെ മേളിൽ നിന്നിട്ട് പാകം ചെയ്യുന്നൊരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ. അങ്ങനെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും കൊള്ളാം. നിങ്ങളുടെ ഒരു ടൂറിസ്റ്റ് ഏരിയയിൽ അത് എന്താണ് ഭംഗിയായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. പച്ചപ്പ് കണ്ട് ഇങ്ങനെ നിൽക്കുക എന്നുള്ളതാണ്. അതെ, പച്ചപ്പ് കണ്ടിരിക്കുമ്പോഴേക്കും ഇത് ആഹാരം കഴിക്കുമ്പോൾ നോക്കണം വെന്തോന്നൊക്കെ. അല്ലെ പച്ച എടുത്ത് കഴിക്കണമല്ലേ പച്ച എന്നും പറഞ്ഞിട്ട്. ഇത് എത്ര സമയം എണ്ണയിലിട്ടിരിക്കേണ്ടി വരും? മാക്സിമം ഒരു 10 മിനിറ്റ് ഇത്രേ ഉള്ളൂ. 10 മിനിറ്റ് കൊണ്ട് അത് അരവേവായില്ലേ? ഇത് സാധാരണ ഈ ചില്ലി ചിക്കൻ ഇത് എന്തിന്റെ കൂടെ ഒക്കെ കഴിക്കാനായിരിക്കും ഭയങ്കര ടേസ്റ്റ്? അപ്പം, ഇടിയപ്പം, അല്ലെ ഏത് ഫുഡിന്റെ കൂടെയും കഴിക്കാം. ചോറിന്റെ കൂടെ ആയിരുന്നല്ലോ, പൊറോട്ടയുടെ കൂടെ ആയിരുന്നല്ലോ. എനിക്ക് വലിയ കൗതുകം ഇതിന്റെ ഒരു ടേസ്റ്റ് എന്തായിരിക്കും? സാധാരണ ചില്ലി ചിക്കനിൽ സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, ഇതാണ് ആ സോയാ സോസാണ് അതിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത്. ഇവിടെ അതില്ലാണ്ട് ഇതിന്റെ ടേസ്റ്റ് എന്താവും? ചില്ലി ചിക്കൻ, നാടൻ ചില്ലി ചിക്കൻ. കണ്ടാ ആത്മവിശ്വാസം, രുചിയിടാം. എന്തായാലും ഒരു 10 മിനിറ്റ് നമ്മുടെ ഈ നാടൻ കോഴി ആ എണ്ണയിൽ കിടക്കണം. ഒരു 10 മിനിറ്റ് അത് കിടക്കട്ടല്ലേ, പാവല്ലേ, കിടന്നോട്ടെ. അങ്ങനെ അതിസാഹസികമായി വീണ്ടും ഒരു 10 മിനിറ്റ് കടന്നുപോയി, ആരും അറിയാതെ. അപ്പോൾ ഈ നാടൻ കോഴി ആയതുകൊണ്ടാവുമല്ലേ ആണെങ്കിൽ അത്ര സമയം എടുക്കത്തില്ല. സാധാരണ കോഴിയാണെങ്കിൽ ഇത്ര സമയം വേണ്ട. നാടൻ കോഴി ആയതുകൊണ്ട് ആ എണ്ണ കിടന്നത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? ഇനി നമ്മളിത് മാറ്റി വെച്ചിട്ട് ഈ സവാള എല്ലാം കൂടെ ഒന്ന് വഴറ്റി മറ്റേ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതൊന്ന് മാറ്റണം അല്ലേ? അതെ, ചിക്കൻ മൂത്ത് കഴിഞ്ഞു. നമ്മളിത് വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇത് മാത്രം ആയാസകരമായ പണിയാണെന്ന് ആലോചിച്ച് നോക്കണേ, രുചികരമായ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഇത് വറുത്തെടുത്ത എണ്ണയാണ്, അതങ്ങ് മാറ്റി വെക്കുകയാണ്. സാധാരണ ചില ഹോട്ടലിലൊക്കെ ഈ ഒരിക്കൽ വറുത്ത എണ്ണ തന്നെ അല്പലാഭം നോക്കിയിട്ട് വീണ്ടും ഉപയോഗിക്കാറുണ്ട്. അത് വലിയ പോയിസണാണ്. പഴമക്കാർ പറഞ്ഞ് കേട്ടിട്ടില്ലേ, അല്പലാഭം പെരുംചേതം. അതുകൊണ്ടാണ് അല്പലാഭം നോക്കിക്കളയരുത്. അപ്പോൾ ഇനി ഈ പാത്രം ഒന്ന് വാഷ് ചെയ്തെടുക്കണം. ഇതിന്റെ അടുത്ത സ്റ്റെപ്സിലേക്ക് തുടങ്ങാം. വെളിച്ചെണ്ണ പിന്നെ സഹായിക്കൊള്ളാതൊരു ചോദ്യം. സവാള വഴറ്റാൻ പാകത്തിനായിട്ടുള്ള മതി, അധികം വേണ്ട.
ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടായിട്ട് സവാള ഒന്ന് വഴറ്റുന്നുണ്ട്. ഞാൻ ചൂടായിട്ടാണ് എണ്ണ ചൂടായിട്ട് എണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും അടുത്ത സ്റ്റെപ്സ് തുടങ്ങാം. ഈ സഹായിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ എന്നെയൊക്കെ ആണെങ്കിൽ വീട്ടിലിങ്ങനെ അടുക്കളയിലായിട്ട് വൈഫോ അല്ലെങ്കിൽ അമ്മയൊക്കെ കയറി കഴിഞ്ഞിട്ട് ഒരു വിളി വിളിച്ചാൽ ഞാൻ ഓടിച്ചെന്ന് സഹായിക്കാൻ തുടങ്ങും. അങ്ങനെ വേണം നമ്മളല്ലേ. ബാക്കിൽ ഇന്നൊരാൾ ക്യാമറമാൻ. അപ്പം സവാള ഒന്ന് സഹായിച്ചാൽ സവാള കൊടുത്ത് സവാള ഇതിലേക്ക് ഇടുന്നു. ഫുൾ എൻ്റെ സഹായമാണ് ഇവിടെ. ഇതിപ്പോൾ എത്ര സവാള ഉണ്ട്? 2 സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നുണ്ട്. ഇച്ചിരി ലേശം ഉപ്പ് പൊടി ഇട്ട് ഇതിനകത്ത് വഴറ്റാൻ വേണ്ടിയിട്ട് അത് വരട്ടുമ്പോൾ തന്നെ ഉപ്പ് ശകലം ചേർത്തു. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കണം. ഇത് സവാള എന്ത് കളർ വരുന്നവരെ വഴറ്റണം? ഇല്ല, അത് കളർ വരണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അതിൻ്റെ പച്ച മയം ഒന്ന് മാറിയാൽ മതി. മാറി കിട്ടിയാൽ മതി. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സവാള വഴറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഗ്യാസ് ലാഭിക്കാം വീട്ടിലാണെങ്കിൽ. ഞാൻ അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഗ്യാസിൽ ഇവിടെ വിറകിൽ പാകം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴേക്കും ഈ ഗ്യാസിൽ കുക്ക് ചെയ്യുന്നതും വിറകിൽ കുക്ക് ചെയ്യുന്നതും തമ്മിൽ എന്തെങ്കിലും രുചി വ്യത്യാസം ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ആണോ? കാരണം പലതും അഭിപ്രായപ്പെട്ടാറുമുണ്ട്. കാരണം നമ്മൾ ഇവിടുത്തെ ഫുഡ് ഇങ്ങനെ വിറകിന് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ടേസ്റ്റ് എന്ന്. കാരണം അതിനകത്ത് വേറെ ടേസ്റ്റിന് വേണ്ടിയിട്ട് അജിനോമോട്ടോ ഇങ്ങനെ യാതൊരു നിറങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. അരിഞ്ഞു ചെയ്യുന്ന മുളക്, അരിഞ്ഞു വെച്ചിരിക്കുക അടുത്ത ഇഞ്ചി അതും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നു. അടുത്ത് വെളുത്തുള്ളി അല്ലേ? ഇത് മൂന്നും എത്രയ്ക്കുണ്ട്? എത്ര മുളക് അരിഞ്ഞിട്ടതായിട്ടത്? ഇപ്പോൾ പച്ചമുളക് 3 പച്ചമുളക്, വെളുത്തുള്ളി 1 കുടം. ഒരു കുടം എന്ന് പറഞ്ഞാൽ ഒരു നല്ല വലുതാണ്. ഇഞ്ചി ഒരു 50 ഗ്രാമുള്ള ഒരു കഷ്ണം. ഇഞ്ചി ഒരു കഷ്ണം അത്രയിട്ട് വീണ്ടും ഒന്ന് വഴറ്റുകയാണ്. അപ്പോഴേക്കും ഒരു നല്ലൊരു മണം വരും. ഈ ഒരു മണം എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. എന്തായി? വഴണ്ട് വന്നു അല്ലേ? അല്പം കൂടെ ഒന്ന് നമുക്ക് ഗ്യാസ് പോലെ പെട്ടെന്ന് ഫ്ലെയിം കൂട്ടാനും പറ്റാതെ, അപ്പൊ അത് കാരണം ഒന്ന് വേണമെങ്കിൽ തീ കുറയ്ക്കാൻ കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചാൽ മതി. പക്ഷെ കൂട്ടാൻ പറ്റത്തില്ല. എന്തായി? അടുത്ത സാധനം ചേർക്കാറായി വരുന്നുണ്ട്. അപ്പോൾ അടുത്ത് മുളക് പൊടി ചേർക്കാം. അടുത്ത മുളക് പൊടി ചേർക്കാൻ പോവുകയാണ്. അതിലേക്ക് മുളക് പൊടി നേരത്തെ ചേർത്തിട്ടുണ്ട്. ചിക്കനിൽ ശകലം 1 സ്പൂൺ നന്നായിട്ട് തേച്ച് പിടിച്ചിട്ടുണ്ട്. 1 സ്പൂൺ മുളക് പൊടി. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് മല്ലിപ്പൊടി ചേർക്കത്തില്ല. ആണോ? ചില്ലി ചിക്കന് മല്ലി ഉപയോഗിക്കത്തില്ല. ഓർത്ത് വെച്ചോളൂ, ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ മല്ലി ചേർക്കത്തില്ല. അടുത്ത് ഗരം മസാലയാണോ വേണ്ടത്? ഗരം മസാല ഒരു ഇത്രയും അളവിട്ടു. ഒരു സ്പൂൺ, ഒരു 3/4 സ്പൂൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി പെരിഞ്ജീരകപ്പൊടി ഒരു പെരിഞ്ജീരകപ്പൊടി 1.5 സ്പൂൺ ഇടാം. അങ്ങനെ ഇനി അതൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റണം നന്നായിട്ട് ഒരു ചട്ടിയിൽ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ചിലയിടത്തൊക്കെ ഈ ചൂട് കൂട്ടാൻ വേണ്ടിയിട്ട് ചിരട്ട വയ്ക്കുമല്ലോ. ഇവിടെയും അങ്ങനെ ചൂട് വയ്ക്കാറുണ്ട്. ആണോ? വയ്ക്കാം. ചിരട്ടയിൽ നിന്ന് ഒരു ഫ്ലെയിം വരുമല്ലോ ഇങ്ങനെ പറഞ്ഞ. ഈ പണ്ട് ഈ റോക്കറ്റ് പോകുന്നതാണ്. പണ്ട് നമ്മൾ ഇസ്തിരിയിടാൻ വേണ്ടിയിട്ടൊക്കെ ചിരട്ട കത്തിക്കുമ്പോഴും ഇപ്പോഴും ചിരട്ട കൊതുകിനൊക്കെ ഓടിക്കാനായിട്ട് ചിരട്ട കത്തിക്കത്തില്ലേ? അപ്പോൾ ആ വരുന്ന ഒരു ഫയർ ഉണ്ടല്ലോ, ഭയങ്കര പവർ കൂടുതലാണ്. ആ വരുന്ന തീ എന്ന് പറഞ്ഞാൽ നല്ല ഊഷ്മാവ് കൂടിയ ഒരു തീയാണ്. അതുകൊണ്ട് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റും. വിറകിലുള്ള ചില സൂത്രപ്പണികളാണ് അതൊക്കെ. അപ്പോൾ നമ്മുടെ ചേരുവകളെല്ലാം റെഡി ആയല്ലേ? ഇനി ചിക്കൻ ഇതിനകത്തോട്ട് ചേർക്കാം. ഓക്കെ, നമ്മുടെ ജോസേട്ട ഇത് ശരിക്കും ആരാണിത് കണ്ടുപിടിച്ചത്? ഈ ചില്ലി ചിക്കൻ താങ്കളുടെ തന്നെയാണോ? ഇവിടെ രുചിയിടത്തിന്റെ സിഗ്നേച്ചർ ആണോ? പല പാചക വിധികളും കണ്ടും കേട്ടും ഒക്കെ ഇങ്ങനെ ചെയ്തുള്ള പരിചയമാണ്. അപ്പൊ അതിൽ ഇതങ്ങ് ഹിറ്റായല്ലേ? അതെ അതെ. അങ്ങനെ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്ന നാടൻ കോഴി അതിലോട്ട് ചേർത്തു. ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഈ ചട്ടുകൂട്ട് ഇളക്കുന്നില്ല, ബാക്ക് എന്നൊരു സൗണ്ട് വരുന്നില്ലേ? ശരിക്കും പക്ക ഗ്രാമീണ അന്തരീക്ഷമാണ്. അപ്പുറത്ത് താറാവ്, കോഴി, അവിടെ ഇടുന്ന താറാമുട്ടയൊക്കെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കോഴിമുട്ട, ഈ നാടൻ കോഴിമുട്ട ഇവിടെ ഉപയോഗിക്കണം. എന്തുകൊണ്ടും ഭാഗ്യമായിട്ടോ ഇവിടെ വന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ. നമുക്ക് പാകമായിട്ടുണ്ട്. റെഡി. അങ്ങനെ ചില്ലി ചിക്കൻ, നാടൻ ചില്ലി ചിക്കൻ റെഡി. നമ്മുടെ നാടൻ ചില്ലി ചിക്കൻ റെഡി ആയിക്കാണ്. അടിപൊളി. എൻ്റെ സ്പൂൺ റെഡി ആയിട്ടുണ്ട്. സൈഡ് അലങ്കരിച്ചിട്ട്
നമ്മുടെ നാടൻ ചില്ലി ചിക്കൻ തയ്യാർ. എന്ന് കണ്ടോളൂ. എന്താ പറയാ അല്ലേ, ഇത് സത്യത്തിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നാടൻ ചിക്കനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോഴേക്കും ഒരു നല്ല 10-20 മിനിറ്റ് നാടൻ ചിക്കൻ നന്നായി വേകണം. അപ്പോൾ എണ്ണയിലിടുമ്പോൾ തന്നെ ഫ്ലെയിം കുറച്ചിട്ട് ഒന്ന് നന്നായിട്ട് വേവിക്കാൻ ശ്രമിക്കുക വീട്ടിലുണ്ടാക്കുമ്പോൾ. ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഇവിടെ ഒന്ന് കഴിച്ചാൽ മതി. പിന്നെ ഇത് നമ്മുടെ ബ്രോയിലർ ചിക്കൻ ഇതിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ രുചിയൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ നാടൻ എന്താണ് ചിക്കൻ തന്നെ വേണം ഈ നാടൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ. ഞാൻ എന്താണ് ഇത്രയും നേരം നിന്ന് ടേസ്റ്റ് നോക്കാതെ പറയണമെന്നല്ലേ, ഭയങ്കര ചൂട് എടുത്ത് വായിക്കത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊള്ളി പോകും. ഇപ്പോൾ ഏകദേശം ചൂടൊക്കെ ഒന്ന് മാറി. എന്നാൽ ഇതൊരു ചെറു ചൂടോടെ കഴിക്കണം. അലങ്കാര വസ്തുക്കൾ ഞാൻ തിരിച്ചു കൊണ്ടുവരാം. ഒരു ചെറിയ പീസ് നാടൻ കോഴിയിൽ നിന്നൊരു ചെറിയ പീസ് പാടൊന്നുമില്ല. ചേട്ടൻ നന്നായിട്ട് വേവിച്ചു, അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നാടൻ്റെ പീസ് എടുക്കാൻ പറ്റി. കഴിച്ചു നോക്കട്ടെ. എങ്ങനെയുണ്ട് എൻ്റെ ചേട്ടാ? ഇത് ചേട്ടൻ പറഞ്ഞ പോലെ ഒന്നും അല്ലല്ലോ. ഇപ്പോൾ സാധാരണ ഈ ചൈനക്കാർ കൊണ്ട് ഇന്ത്യയിൽ ഇറക്കിയ ആ ചില്ലി ചിക്കനെ നമ്മളിനിപ്പോൾ എന്ത് ചെയ്യും? ചൈനക്ക് തന്നെ തിരിച്ചുവിടാം. അടിപൊളി, ആ ചൈനയിലേക്ക് തിരിച്ചു വരാം. ഇതിനെ നമ്മുടെ ദേശീയ ചില്ലി ചിക്കനായിട്ട് അംഗീകരിക്കാം. അങ്ങനെ അംഗീകരിക്കുന്നതുകൊണ്ട് ഒരു തെറ്റില്ല കേട്ടോ, ഗംഭീരമായിട്ടുണ്ട്. വേറൊരു വെറൈറ്റി ടേസ്റ്റ്. നാടൻ ചില്ലി ചിക്കൻ എന്നൊക്കെ പറയുമ്പോൾ ആ ടേസ്റ്റിനും ഒരു നാടൻ ടേസ്റ്റ് തന്നെയാണുള്ളത്. മറ്റേ ചില്ലി ചിക്കനുമായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കണ്ട. ഇതും വേറൊരു ടേസ്റ്റാണ് ആക്ച്വലി സമ്മാനിച്ചത്. ഒരു ഫ്രൈൻ്റെയും പിന്നെ ഒരു ഇത്തിരി എരിവും, ചില്ലി എന്നൊക്കെ പറയുമ്പോൾ എരിവും പുളിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ നല്ല നാടൻ ചിക്കൻ ആണെങ്കിലും അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. വറുത്ത കോരിയതാണ്, അതുപോലും ഭയങ്കരമായിട്ട് ക്രിസ്പി ആയി പോകാണ്ട് ഒരു സോഫ്റ്റ് ആയിട്ട് ഒരു ജ്യൂസി ടൈപ്പിൽ വന്നിട്ടുണ്ട്. ഗംഭീരം ചേട്ടാ. മറ്റേ ഫുഡ് നമുക്ക് ചൈനയിലേക്ക് തന്നെ വിടാം. തീർച്ചയായിട്ടും. പിന്നെ ഇതിനകത്ത് വേറെ കെമിക്കലൊന്നും മീൻസ് രുചികളൊന്നും ചേർന്നിട്ടില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് കഴിക്കാം, ധൈര്യമായിട്ട് വിശ്വസിച്ച് കഴിക്കാം. നിങ്ങളും ഇവിടെ വന്ന് വരുമ്പോൾ ഇവിടെ കയറി ധൈര്യമായിട്ട് കഴിക്കും. അല്ലാത്തവർ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇത് നല്ല സന്തോഷത്തോടെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഒന്നുകൂടെ കാണണ്ടേ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന്. ശരി, നിങ്ങൾക്കായിട്ട് നാടൻ ചില്ലി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് ഒരു റീക്യാപ്പ്. അപ്പോൾ കണ്ടല്ലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. പിന്നെ ഇതിൽ എനിക്ക് എടുത്തു പറയാനുള്ള വലിയ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഞാൻ ടെലിവിഷനിൽ നിന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നത്, ഇതിൽ യാതൊരുവിധ ആർട്ടിഫിഷ്യൽ കളറോ കെമിക്കൽസോ സോസോ ഒന്നും ചേർത്തിട്ടില്ല. നമുക്ക് മലയാളികൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള മസാലകൾ മാത്രമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് അല്ലേ? അതേ ഉള്ളൂ. മിസ്റ്റർ ജോസിൻ്റെ ഒരു വിശ്വാസമാണ്, ഹൃദയശുദ്ധിയാണത് ആൾക്കാർക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ചൈനയുടെ അല്ലെങ്കിൽ ചൈനീസ് ആയിട്ടുള്ള ചില്ലി ചിക്കൻ അതെല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒരു എരിവും പുളിയും മധുരവും നമുക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷെ അതിലൊക്കെ ചേരുന്ന കെമിക്കലിൻ്റെ പിന്നിൽ എന്തുമാത്രം വിശ്വാസ്യതയുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള നാടൻ ഭക്ഷണങ്ങൾ വളരെ ശുദ്ധമായിട്ട് തയ്യാറായി കൊടുക്കുന്നതായിരിക്കും എന്നും നല്ലത്. അങ്ങനെ ഒരു ഭക്ഷണത്തെ പ്രൊമോട്ട് ചെയ്യുന്ന രുചിയിടത്തിലെ താങ്കൾക്ക് ഞാൻ രുചിയുടെ രാജാവിൻ്റെ കിരീടം അങ്ങ് തരുക. താങ്ക് യു. അപ്പോൾ നമുക്ക് മറ്റൊരു രാജാവ് വേറൊരു രാജ്യത്ത് വേറൊരു രുചിയായിട്ടിരിപ്പുണ്ട്. ആ രാജാവിൻ്റെ കഥയായിട്ട് അടുത്ത ആഴ്ചത്തെ ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൽ വരാം. അതുവരേക്കും ടാറ്റാ.